അഷ്യൂർഡ് പെൻഷൻ സ്വാഹ. ശമ്പളവൽക്കരണം ഷൂ. അന്നേ ഞങ്ങൾ പറഞ്ഞതാണ്, പറ്റിക്കും പറ്റിക്കും പറ്റിക്കും. പറ്റിച്ചല്ലോ. ഇപ്പം എന്താ പറയാനുള്ളത്? അഷ്യൂർഡ് പെൻഷൻ്റെ ഉത്തരവിറക്കിയിട്ട് പറഞ്ഞു, അഷ്യൂർഡ് പെൻഷൻ ഏപ്രിൽ 1 മുതൽ നടപ്പിലാക്കും എന്നൊരു ഉത്തരവിറക്കി. എല്ലാവരും കൈയടിച്ച് മധുരം വിതരണം ചെയ്ത്, തെരുവ് നാടകം നടത്തി, നവോത്ഥാന നാടകം നടത്തി, എല്ലാം ഭയങ്കര കൈയടിയായിരുന്നു. പക്ഷെ ആ ഉത്തരവിലൊരു വാക്കുണ്ടായിരുന്നു, ഒരു സെൻറ്റൻസ് ഉണ്ടായിരുന്നു. ഏപ്രിൽ 1 മുതൽ നടപ്പിലാക്കുമ്പോൾ ഇതിന് വിശദമായ മാർഗരേഖ പുറപ്പെടുവിക്കും. ഇനി പുറപ്പെടുവിക്കാൻ പറ്റുമോ ഗവൺമെൻറ്? ഇലക്ഷൻ ഇന്നലെ പ്രഖ്യാപിച്ചില്ലേ? കോഡ് ഓഫ് കോണ്ടാക്റ്റ് വന്നില്ലേ? ഇലക്ഷൻ മാനദണ്ഡം കയറി വന്നില്ലേ? ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ആനുകൂല്യം പ്രഖ്യാപിക്കാൻ പറ്റുമോ? അപ്പോൾ എന്തിനാണ് പാവപ്പെട്ട സർക്കാർ ഉദ്യോഗസ്ഥർ 5.5 ലക്ഷം പേരെ പറ്റിച്ചത്? അതിൽ 5.5 ലക്ഷത്തിൽ 3 ലക്ഷത്തോളം പേരാണ്, 2.5-3 ലക്ഷത്തോളം പേരാണ് പങ്കാളിത്ത പെൻഷൻ വാങ്ങുന്നവർ. ബാക്കി 2-2.5 ലക്ഷം പേർ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ വാങ്ങുന്നവർ. അവരെ പറ്റിച്ചെന്ന് പറയാൻ പറ്റത്തില്ല. 2.5-3 ലക്ഷം വരുന്ന സർക്കാർ ഉദ്യോഗസ്ഥരെ വലിപ്പിച്ച് കൈ കൊടുത്ത്. എന്തൊരു നാടാണിത്! എന്നിട്ട് കീജെ വിളിക്കും. ഇപ്പം അത് വേറെ കാര്യം. ഇലക്ഷൻ വോട്ടിറങ്ങുമ്പോൾ സർവീസ് സംഘടനകളൊക്കെ സ്ക്വാഡ് ഇറങ്ങും. നിങ്ങളൊക്കെ വീടുകളിൽ വരും, നമ്മുടെ വീട്ടിലും വരുമായിരിക്കും. സർവീസ് സംഘടന സ്ക്വാഡ് വരും. 3-ാം ബദൽ, ആഗോള ബദൽ, ക്യൂബ കൂടെ നഷ്ടപ്പെട്ടു, ഇനിയിപ്പോൾ കേരളം മാത്രമേ ഉള്ളൂ ഒരു തരി ലോകത്ത് പറയാനെന്നൊക്കെ പറഞ്ഞ് വരും. ഒറ്റ മനുഷ്യനെ വീട്ടിൽ കയറ്റരുത്. വീട്ടിൽ കയറുമ്പോൾ നിങ്ങൾ അഷ്യൂർഡ് പങ്കാളിത്ത പെൻഷൻകാരാണെങ്കിൽ ചോദിക്കുക, എവിടെ അഷ്യൂർഡ് പെൻഷൻ്റെ ഉത്തരവ്, എവിടെ അവരുടെ ഡീറ്റെയിൽഡ് കാര്യങ്ങൾ? നിങ്ങളൊരു ഭാഗം ചോദിക്കണം. ഇനി മറ്റൊരു ഭാഗമുണ്ട്. 5.5 ലക്ഷം വരുന്ന സർക്കാർ ഉദ്യോഗസ്ഥരും 8 ലക്ഷത്തോളം വരുന്ന പെൻഷൻകാരും നിങ്ങളെയും വലിപ്പിച്ച്. നിങ്ങളെ വലിപ്പിച്ചത് നല്ല ഭംഗിയായിട്ട് വലിപ്പിച്ച് ശമ്പള പരിഷ്കരണത്തിൻ്റെ ഉത്തരവിറക്കി. ഇതുവരെ അവർ ആപ്പീസ് പോലും തുറന്നിട്ടില്ല. ഒരു വളരെ വേഗമായിട്ടുള്ളൊരു TOR കൊടുത്തു, ടേംസ് ഓഫ് റെഫറൻസ്. വളരെ വേഗമാണ്, സ്പെസിഫിക് അല്ല. ഇനി അതിൽ നിന്ന് അവർ സ്പെസിഫിക് ആയിട്ടുള്ള പ്രോട്ടോക്കോൾ ഉണ്ടാക്കണം. ഇനി അവർ ഓഫീസ് തുറക്കണം. ഓഫീസും തുറന്നിട്ടില്ല അവർക്ക്. എന്നിട്ട് അവർ സർവീസ് സംഘടനകളെ ഈ ഇലക്ഷൻ കാലത്ത് വല്ലതും നടക്കുമോ? മെയ് മാസം 4-ാം തീയതി വരെ വല്ലതും നടക്കുമോ? നടക്കില്ല. സർവീസ് സംഘടനകളെ മീറ്റിംഗ് വിളിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. ഗവൺമെൻറ് ഉദ്യോഗസ്ഥരെ മീറ്റിംഗ് വിളിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. മെയ് 4 വരെ വല്ലതും നടക്കുമോ? ഇല്ല. മെയ് 4-5 വരെ പിടിച്ചോളൂ. കാരണം 5-ാം തീയതി ആഹ്ലാദ പ്രകടനമായിരിക്കും. മെയ് 5 കഴിഞ്ഞാൽ പിന്നെ ജൂൺ 6-നകത്താണ് ഇത് കൊടുക്കണമെന്ന് പറയുന്നത്. 3 മാസം ജൂൺ 6. എന്തൊരു കൊടുക്കാനവർ? നിങ്ങൾ എഴുതി വെച്ചോളൂ. മെയ് മാസം 4-ാം തീയതി കഴിഞ്ഞ് ഇവിടെ ഒരു ഗവൺമെൻറ് വരുമ്പോൾ VP ജോയ് കൊടുക്കാൻ പോണ കത്ത് ഞങ്ങൾക്ക് 3 മാസം കൂടി സമയം വേണം. അല്ലെങ്കിൽ ഇത് തട്ടിക്കൂട്ടി റിപ്പോർട്ടായിരിക്കും. ഒന്നുകിൽ 3 മാസം കൂടെ സമയം ചോദിക്കും, ഗവൺമെൻറ് കൊടുക്കും. അല്ലെങ്കിൽ ഇത് തട്ടിക്കൂട്ട് റിപ്പോർട്ടായിരിക്കും വരാൻ പോകുന്നത്. അനാമലികളുടെ അയ്യരികളിയായിരിക്കും. സകലതും അനാമലിയായിരിക്കും. ഇപ്പം തന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ ശമ്പള പരിഷ്കരണത്തിൻ്റെ DR 2 കൊടുക്കാത്ത ഇതുവരെ കൊടുത്തിട്ടില്ല. ഒരുപാട് പേർക്ക് കിട്ടാനുണ്ടത്. ഒരുപാടെല്ലാം കൊടുത്തിട്ടില്ല. 2 DR കൊടുത്തിട്ടില്ല. അപ്പോഴാണ് പുതിയ കഥകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ശമ്പള പരിഷ്കരണത്തെയും കല്ലിലടിച്ച പൂക്കുല പോലെ നശിപ്പിച്ച് കളഞ്ഞു. 6 മാസം മുമ്പാണ് ഈ ശമ്പള പരിഷ്കരണ കമ്മീഷൻ്റെ, അല്ലെങ്കിൽ 1 വർഷം മുമ്പാണ്. കാരണം 2024 ജൂലൈ 1-ാം തീയതി വരേണ്ടതാണ്. 2024 ജൂലൈ 1-ാം തീയതി വരേണ്ടിയിരുന്ന കമ്മീഷനെ ഒരു 25-ലെങ്കിലും വച്ചിരുന്നെങ്കിൽ 26-ന് മുമ്പ് അത് നടപ്പിലാക്കിയിട്ട് ഈ ഗവൺമെൻറ്റിന് അന്തസ്സായി ഇറങ്ങിപ്പോകാമായിരുന്നു. ഇപ്പം പറയണം എന്താണെന്നറിയാമോ? ഞങ്ങളെ കൊണ്ടുവന്നാൽ നടപ്പിലാക്കാമെന്നാണ്. ഇപ്പോഴേ പറ്റിച്ചു. കഴിഞ്ഞ 5 വർഷക്കാലവും തട്ടിപ്പിൻ്റെ പ്രളയമായിരുന്നു സർക്കാർ ഉദ്യോഗസ്ഥർക്ക്. വാക്ക് ലംഘനം. ഒരു വാക്കും പാലിച്ചിട്ടില്ല ബാലഗോപാൽ. തോമസ് ഐസക്ക് പിന്നെ വാക്ക് പാലിച്ചില്ലെങ്കിൽ ഉടായ്പകൾ ഒരുപാട് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. ഇങ്ങനെ ഉരുട്ടി അദ്ദേഹം പല ഉടായ്പകൾ നടത്തി കൊണ്ടുപോകും. ആളുകളെ വിശ്വാസത്തിലെടുത്ത് കൊണ്ടുപോകും. കഴിഞ്ഞ 10 വർഷക്കാലമായി സർക്കാർ ഉദ്യോഗസ്ഥരെ പറ്റിച്ച് വഞ്ചിച്ച് തേച്ചൊട്ടിച്ച് ചെവിരിൽ ഇങ്ങനെ തേച്ചൊട്ടിച്ചിരിക്കുകയാണ്. എന്നിട്ട് പറയും ഞങ്ങൾ പൊതു മേഖല സംരക്ഷിക്കുന്നവരാണ്, ഉത്തരവാദിത്വപ്പെട്ട സർവീസ് സംഘടനയാണ്, സർവീസ് മേഖല കൊണ്ടുവരാണ് ഞങ്ങളുടെ ലക്ഷ്യം. പിന്നെ സർവീസ് സംഘടനകൾക്കും അത് മതി. കഴിഞ്ഞ ദിവസം ഞാൻ
തിരുവനന്തപുരത്ത് പിന്നെ പാളയം രക്തസാക്ഷി മണ്ഡപത്തിൻ്റെ അടുത്തുകൂടെ പോയപ്പം ജോയിൻറ്റ് കൗൺസിലിൻ്റെ ഒരു പരിപാടി, കുറേ സ്ത്രീകൾ, പെൺകുട്ടികളും സ്ത്രീകളും സ്റ്റേജിൽ കിടന്ന് ഡാൻസ് കളിക്കുന്നു. നോക്കിയപ്പോൾ എന്താണ്, നവോത്ഥാന ജാഥ. ഈ വെറിയത്ത് മാർച്ച് മാസത്തിൽ അതികഠിനമായ വെയിലത്ത് 3:30 മണി സമയത്ത് കുറേ പെൺകുട്ടികൾ ചായയൊക്കെ തേച്ച് ആ ചൂടുള്ള സ്റ്റേജിൽ നിന്നിട്ട് നവോത്ഥാന ഡാൻസ് കളിക്കുകയാണ്. എന്ത് നവോത്ഥാനമാണ് ഇപ്പോൾ ഇവിടെ പെട്ടെന്ന് വന്നു പോയത്? ജോയിൻറ്റ് കൗൺസിലെ നിങ്ങളെ പരിപാടി എന്ന് പറഞ്ഞാൽ DA ചോദിക്കരുത്, ശമ്പള പരിഷ്കരണം എവിടെയെന്ന് ചോദിക്കരുത്, അഷ്യൂർഡ് പെൻഷൻ എവിടെയെന്ന് ചോദിക്കരുത്, ലീവ് സറണ്ടർ എവിടെയെന്ന് ചോദിക്കരുത്. സമ്മേളനത്തിൽ ചോദിക്കും, അതിന് പകരം കഥകളി അങ്ങ് നടത്തിയാൽ മതിയല്ലോ. അല്ലെങ്കിൽ നവോത്ഥാന ജാഥ. ഇപ്പം പിന്നെ ഒരു വലിയ സാധനം ഭജന, നന്ദഗോപാലിൻ്റെയൊക്കെ ഭജനം, കൈകൊട്ടുകളി, തിരുവാതിര, മെഗാ തിരുവാതിര, ഇതൊക്കെയാണല്ലോ ഇപ്പോഴത്തെ ഫാഷൻ. ഇതേതെങ്കിലും ഒന്നും വച്ചാൽ പോരെ. നമ്മുടെ സമ്മേളനത്തിന് ആനന്ദലഹരിയിൽ ആറാടൂല്ലേ നമ്മുടെ ഉദ്യോഗസ്ഥരൊക്കെ. പിന്നെ നമുക്ക് വേറൊരു കാര്യം ചെയ്യാനുണ്ട്. അതിദാരിദ്ര്യ വിമുക്ത കേരളമാക്കിയതിൻ്റെ താത്വിക അവലോകനം. അത് നല്ല സാധനമാണ്, ഒരുപാട് സ്കോപ്പുള്ളതാണ്. എത്ര മണിക്കൂർ നമ്മൾ സംസാരിച്ചാലും തീരുമില്ല. കാരണം ലോകം ഉള്ളിടത്തോളം കാലം ഈ ദാരിദ്ര്യ വിമുക്തമൊക്കെ ഉണ്ടല്ലോ. എന്തൊരു ഉടായ്പാണ് സർവീസ് സംഘടനകളുടെ കാര്യം. നിങ്ങൾ പറയുന്നതിൽ കുറ്റം പറയുന്നതിൽ നിങ്ങളൊന്നും കുറ്റമൊന്നുമല്ല. നിങ്ങൾ കാലത്തിൻ്റെ കുളമ്പടി കേൾക്കാത്തവരാണ്. നിങ്ങൾ സർക്കാർ ജീവനക്കാർക്ക് വേണ്ടിയിട്ടല്ല നിൽക്കുന്നത്, ഭരണകൂടങ്ങളുടെ മൂട് താങ്ങിയായി. അതിനിപ്പം മറ്റേ UDF വന്നാൽ കോൺഗ്രസ് സംഘടനകളും അങ്ങനെ ആയിരിക്കും, BJP ഇരിക്കുമ്പോൾ BJP അനുകൂല സംഘടനകൾ അങ്ങനെ ആയിരിക്കും. എപ്പോഴും താങ്ങി നിർത്തുന്ന മൂട് താങ്ങികളായി സർവീസ് സംഘടനകൾ മാറുമ്പോൾ അഷ്യൂർഡ് പെൻഷൻ എവിടെ? അതിൻ്റെ വിശദമായ ഗൈഡ് ലൈൻ എവിടെ? 3 ലക്ഷം വരുന്ന 3.5 ലക്ഷം വരുന്ന അഷ്യൂർഡ് പെൻഷൻ, പങ്കാളിത്ത പെൻഷൻ വാങ്ങുന്നവരുടെ വീട്ടിൽ വോട്ട് ചോദിച്ച് വരുമ്പോൾ നിങ്ങളൊരു ചോദ്യം ചോദിക്കണം. എവിടെ അഷ്യൂർഡ് പെൻഷൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഗൈഡ് ലൈൻ എവിടെ? ലീവ് സറണ്ടറിൻ്റെ പേപ്പർ എവിടെ? ഞങ്ങളെ ലീവ് സറണ്ടർ എന്ത് ചെയ്യും? ഞങ്ങൾ ലീവ് എവിടെ ലയിപ്പിക്കും? PF ലയിപ്പിക്കുമോ? ഞങ്ങൾക്ക് തരുമോ? ഇത് ചോദിക്കണം. ശമ്പള പരിഷ്കരണം കറക്റ്റായിട്ട് നടപ്പിലാകുമോ? വളരെ കൃത്യമായ ചോദ്യങ്ങളാണ്. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാൻ ഇപ്പോൾ ഒരു മാർഗമില്ല. നൈസായിട്ട് തേച്ചൊട്ടിച്ചിരിക്കുകയാണ്, നൈസായിട്ട് പറ്റിച്ചിരിക്കുകയാണ്, വളരെ നൈസായിട്ട് ഒന്ന് തേച്ച് പോയിട്ടുണ്ട്. നിങ്ങളെ വലിപ്പിച്ചിരിക്കുകയാണ്. 13 ലക്ഷം വരുന്ന DAയും DRും വാങ്ങുന്ന ഉദ്യോഗസ്ഥരെ നമുക്ക് വിളിക്കാം. ലാൽ സലാം. വീണ്ടും മൂന്നാമതും വരട്ടെ. നമുക്ക് വീണ്ടും വലിപ്പിക്കുന്നവർ, ഈ ഭരണകൂട വ്യവസ്ഥ വലിപ്പിക്കുമ്പോൾ ആ വലിയലിൽ നമുക്ക് വീണ്ടും വലിഞ്ഞും നീണ്ടും നിവർന്നും വലിഞ്ഞും ചുരുങ്ങിയും നമുക്ക് കൂടെ വിളിക്കാം. അടിമ വിളി, മുദ്രാവാക്യം വിളിയുമായി നമുക്ക് കൂടെ മുമ്പേയും പിറകെയും പോകാം. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ചില ഡാൻസ് പരിപാടിയൊക്കെ വയ്ക്കാം.